അത് കാണുമ്പോൾ ശരിക്കും നല്ല വിഷമം എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്? അത് ദേഷ്യം വരുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കും. കുറേ കുട്ടികൾ, ഒരു 6 മാസത്തോളം ഞാൻ ഈ കുട്ടികളുടെ ഓരോ പ്രവൃത്തികളും അതുപോലെ അവരിൽ കാണുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഒന്നിങ്ങനെ സ്റ്റഡി ചെയ്യണ പോലെ തന്നെ ഒരു ബുക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പല കുട്ടികളും പല തരം വ്യക്തിത്വങ്ങളാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കുട്ടികളിൽ പലപ്പോഴും ഇത് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കുറെ കാര്യങ്ങളിൽ അവർക്ക് അംഗൻവാടിയിൽ നിന്ന്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന്, സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ അധ്യാപകരെ അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അവിടെയുള്ള ഗ്രൂപ്പിൻ്റെ ഇടയിൽ, പിന്നെ വീട്, പിന്നെ സൊസൈറ്റി, അങ്ങനെ പല പേരുകളും പറയുന്നുണ്ട്. ഇവിടെ കുട്ടികളുടെ തെറ്റാണോ ഇത്തരം മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ അവർ അഗ്രസീവ് ആവുമ്പോൾ കാണിക്കുന്ന കാര്യങ്ങൾ, ചില കുട്ടികൾ മറ്റുള്ള കുട്ടികളെ അടിക്കുക, അതുപോലെ ചിലപ്പോൾ ചിലർ അടിക്കുന്ന രീതികൾ കാണുമ്പോൾ, അവരുപയോഗിക്കുന്ന ഫോഴ്സ് കാണുമ്പോൾ, അവര് ഉപയോഗിക്കുന്ന ആ ഒരു മീഡിയം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട് ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. എന്തായാലും ഇത്രയും കൊച്ചു കുട്ടികൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം LKG, UKG, 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ് വരെയുള്ള കുട്ടികളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ പഠനം എന്നുള്ള രീതിയിൽ ഇത് നടത്തിയത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ വീട്ടിൽ കാണിക്കുന്ന പ്രവൃത്തികൾ, അതുപോലെ സോഷ്യലി നമ്മൾ എവിടേക്കാണ് ഇടപെടുന്ന അത്തരം ഭാഗങ്ങളിൽ മനുഷ്യരുടെ ഇടയിലൊക്കെ കാണിക്കുന്ന ചില വൈകൃതങ്ങൾ ഇവരുടെ ഉള്ളിൽ കയറുന്നുണ്ടെന്നുള്ളത് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സ്റ്റോറി, ഒരു കഥ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിക്കുകയാണെങ്കിൽ, അവരത് കൃത്യമായിട്ട് അത് കേട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എന്താണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികൾക്ക് അത് പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്, അവർക്ക് ഉള്ളിൽ ചില ഇൻഹിബിഷൻസ്, ഇതൊക്കെ നമ്മളുടെ ഒരു സ്വഭാവമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുറുമ്പുകള്, വികൃതികള്, വഴക്കുകള്, സിബ്ലിംഗ് റൈവൽറി, ഇതൊക്കെ തന്നെ എന്തൊക്കെ അവരുടെ സ്വഭാവങ്ങളുടെ ഭാഗമായി മാറുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം അവർക്ക് കിട്ടുന്നത് ജന്മന അല്ല. നമ്മളുടെ കുട്ടികൾ ജനിക്കുമ്പോൾ വളരെ നിഷ്കളങ്കരായിട്ടാണ് ജനിക്കുന്നത്. നമ്മുടെ വയറിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ പല കാര്യങ്ങളും അവർ കൺസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുറത്ത് വരുമ്പോൾ പുതിയ അവരുടെ നല്ല കുരുന്ന കണ്ണുകളിൽ പുതിയ ലോകം കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് അവർ പുറത്തു വരണേ. അപ്പൊ നമുക്ക് ഉറപ്പായും പറയാം, ഇവർക്ക് വരുന്ന പേഴ്സണാലിറ്റി ഇഷ്യൂസ്, അല്ലെങ്കിൽ അവരിൽ കാണുന്ന സ്വഭാവ പ്രശ്നങ്ങള്, അവരിൽ കാണുന്ന പല ട്രെയ്റ്റുകളും കുടുംബം, സ്കൂള്, ഒപ്പമുള്ള ബാക്കി വ്യക്തികൾ, ഇവരിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മളിലാണ് മാറ്റം വരുത്തേണ്ടത്. എന്നാൽ മാത്രമേ കുട്ടികളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത്. അത് സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ നമ്മളിൽ എന്ത് മാറ്റം വരുത്തുന്നു ആ മാറ്റം നമ്മുടെ കുട്ടികളിൽ കാണാമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് താങ്ക് യു.